സീരിയലിൽ ആരാണ് അഭിനയിക്കാൻ മോശം, ആരാണ് ഓവർ ആക്ടിങ്, നാടക ഡയലോഗില്ല, കാലഘട്ടത്തിനനുസരിച്ചുള്ള കഥ, ഓവർ ക്യൂട്ട്നെസ് ഇല്ല, ഇതാണ് സീരിയൽ, ഇതാവണം അഭിനേതാക്കൾ. ഇതിനോട് നിൽക്കാൻ പറ്റുന്ന ഒരു സീരിയലെങ്കിലും ഏഷ്യനെറ്റിൽ ഉണ്ടോ ഇപ്പോൾ? ഇല്ല. യെസ്, മഴതോരും മുമ്പേ 208ാമത്തെ എപ്പിസോഡ് അല്ലേ, 208ാമത്തെ എപ്പിസോഡ്. എൻ്റെ മോനെ, ദിസ് ഇസ് സിനിമാറ്റിക് ലെവൽ. ഓക്കെ, ബെസ്റ്റ് വില്ലിനുള്ള അവാർഡ് അത് ഹരിക്ക മാത്രം. ഏഷ്യനെറ്റ് അവാർഡ് ആയാലും കേരള ടെലിവിഷൻ അവാർഡ് ആയാലും തല്ലിക്കൊല്ലാൻ തോന്നുന്ന കാട്ട വില്ലനിസം. പുള്ളിക്കാരൻ്റെ എപ്പിസോഡ് 208ാമത്തെ എപ്പിസോഡ് മഴതോരും മുമ്പ് പുള്ളിക്കാരൻ ജീവിച്ചു, ലിറ്ററലി ജീവിച്ചു, കത്തിച്ച് കടന്നു. ഓക്കെ, അതിൻ്റെ കമൻറ്റിൻ്റെ റിപ്ലൈ കാണുന്നതിന് മനസ്സിലാവും. സോ അവൻ വെളിയിൽ ഇറങ്ങുമ്പോൾ നാട്ടുകാരുടെ അവാർഡ് കിട്ടാതെ ഇരുന്നാൽ മതി, അമ്മാതിരി ആക്ടിങ്. കറക്റ്റ്, പുള്ളിക്കാരൻ അങ്ങോട്ട് ജീവിച്ച് കാണിക്കും. ഓക്കെ, സ്ഥിര അമ്മായിയമ്മ മരുമകൾ പ്രശ്നം കാണിക്കാതെ ഇത്തരം സമകാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ കാണിക്കുന്ന മഴതോരും മുമ്പേ ടീമിന് അഭിനന്ദനങ്ങൾ. തല്ലിക്കൊല്ലാൻ തോന്നുന്ന ഹരിശങ്കർ എന്ന വേഷം അഭിജിത്തിന്റെ കയ്യിൽ ഭദ്രം. എക്സാക്ട്ലി. രോഹിത്തിന്റെ ഭയവും ശരണ്യയുടെ നിസ്സഹായ അവസ്ഥയും എല്ലാം പെർഫെക്റ്റ്. സീരിയസ് ആയിട്ട് 208ാമത്തെ എപ്പിസോഡ് കസറിക്കണം. ഓക്കെ, ഇതൊക്കെയാ സീരിയൽ. കാണുന്ന പ്രേക്ഷകർക്ക് ഒരു എന്തെങ്കിലും അറിവ് നൽകണം, അല്ലാതെ കുറെ അമ്മായിമ്മ വയക്ക് സ്വത്ത് തർക്കം. എന്തായാലും അതിൽ നിന്നും ഡിഫറെന്റ് തീം. ആൾ ദ ബെസ്റ്റ് മഴതോരും മുമ്പ് ടീം. വെയിറ്റിംഗ് ഫോർ ദ വണ്ടർഫുൾ എപ്പിസോഡ്. കറക്റ്റ് വെയിറ്റിംഗ് ആണ്. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് കണ്ടാൽ മനസ്സ് മരവിച്ച് പോകും. ഇതൊക്കെ റിയൽ ലൈഫിൽ അനുഭവിക്കുന്നവരുടെ അവസ്ഥ ഓർത്തു പോകും. ഇങ്ങനത്തെ സീരിയലിൽ ഇങ്ങനത്തെ എപ്പിസോഡ്സ് വരണം, അതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, കാരണം ഇത്രയും സമകാലിക കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ആൾക്ക് ഇതിനോട് സംസാരിക്കാൻ ഒരു ബോധം ഉണ്ടാവും. ഓക്കെ, അല്ലാതെ വെറും തല്ലും കാര്യങ്ങളൊക്കെ എന്താ കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവരണം. ഓക്കെ, പക്ഷെ അത് മഴതോരും മുമ്പ് പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, എൻ്റെ ഈശ്വര, ഇതൊക്കെ എങ്ങനെ കണ്ടിരിക്കും? ഹരി, രോഹിത്, ശരണ്യ ഇവരൊക്കെ ജീവിക്കുകയാണല്ലോ. സീരിയലാണോ ജീവിതമാണോ പറയാൻ പറ്റാത്ത മേക്കിംഗ്, എക്സാക്ട് മേക്കിംഗ്. ഓക്കെ, സോ മഴതോരും മുമ്പ് 208ാമത്തെ എപ്പിസോഡ് കിടിലമാകാൻ പോവാണ്. അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എനിവേ ബൈ.